Question: A train 240 meter long passes a pole in 24 seconds. How long will it take to pass a platform 650 meter long? Option A 89 seconds, option B 150 seconds, option D 60 seconds and option D 72 seconds. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രെയിൻ 250 meter long passes a pole in 24 seconds. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോൾ കടന്നു പോകാൻ 24 സെക്കൻഡ് എടുക്കുന്നു. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു പാസ് എ പ്ലാറ്റ്ഫോം 650 മീറ്റർ ലോങ്? അങ്ങനെയെങ്കിൽ 650 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടന്നു പോകാൻ ആ ട്രെയിൻ എത്ര നേരമെടുക്കും? അപ്പോൾ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ: ഒരു ട്രെയിൻ, അതിൻ്റെ നീളം 240 മീറ്ററാണ്, അതൊരു സിമ്പിളായിട്ടുള്ളൊരു പോള് കടന്നു പോകാൻ 24 സെക്കൻഡ് എടുക്കും. അങ്ങനെയെങ്കിൽ 650 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം മറികടക്കാൻ എത്ര നേരമെടുക്കും? ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ തന്നിട്ടുള്ള എന്താണ്? ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണ്? 240 മീറ്റർ. അടുത്താണ് പറയുന്നത് അതൊരു പോള് കിടക്കാൻ 24 സെക്കൻഡ്. അതായത് ഈ ട്രെയിനിൻ്റെ ലെങ്തായ 240 മീറ്റർ കടന്നു പോകാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് എത്രയാണ്? 24 സെക്കൻഡ്. റൈറ്റ്. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലാറ്റ്ഫോമുണ്ട്, അതിൻ്റെ നീളം എന്ന് പറയുന്നത്, ഇപ്പം ലെങ്ത് ഓഫ് എ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 650 മീറ്ററാണ്. അത് മറികടക്കാൻ എത്ര ടൈം എടുക്കുമെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 240 മീറ്റർ മറികടക്കാൻ എത്ര സമയമാണ്? 24 സെക്കൻഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? 1 സെക്കൻഡിൽ 10 മീറ്റർ മറികടക്കും. റൈറ്റ്. അതായത് 240 മീറ്റർ ഉണ്ടല്ലോ, അതിനെ 24 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10 മീറ്റർ. അതായത് ഈ ട്രെയിൻ 1 സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്യും. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡാണ് ആ ട്രെയിനിൻ്റെ സ്പീഡെന്ന് പറയാം. അപ്പം സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡാണ്. അടുത്തെന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്താണ്? 650 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മറികടക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ടോട്ടൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിനിൻ്റെ ലെങ്തും കവർ ചെയ്യണം, കൂടാതെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും കവർ ചെയ്യണം. അതായത് 240 പ്ലസ് 650 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0, 5, 4, 9, 6, 2, 8. അതായത് 890 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ്? നമുക്കറിയാം 1 സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്യും. അപ്പോൾ 890 മീറ്റർ കവർ ചെയ്യാൻ ഡിവൈഡ് ബൈ 10 കൊടുത്താൽ മതി. റൈറ്റ്. ഇപ്പോൾ ടൈം കണ്ട് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ആ പ്ലാറ്റ്ഫോം കവർ ചെയ്യാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് 890 ഡിവൈഡ് ബൈ 10, അതായത് 89 സെക്കൻഡ് കൊണ്ട് ആ പ്ലാറ്റ്ഫോം കവർ ചെയ്യും. റൈറ്റ്. നമ്മളിവിടെ ഒരു ഫോർമുല ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യനിൽ നിന്ന് ആ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ വന്നതേ ഉള്ളൂ. റൈറ്റ്. ഇപ്പോൾ 89 സെക്കൻഡ്
തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നിരുന്ന എന്താണ്? ട്രെയിനിൻ്റെ ലെന്ത് തന്നിരുന്നു 240 മീറ്റർ. ഒരു പോള് പാസ് ചെയ്യാൻ വേണ്ടി 24 സെക്കൻഡ് തരുമെന്ന് തന്നിരുന്നു. അതായത് ആ ട്രെയിൻ 240 മീറ്റർ കവർ ചെയ്യാൻ 24 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്യും. അതായത് 240 ഡിവൈഡ് ബൈ 24 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് മീറ്റർ പെർ സെക്കൻഡ് തന്നെ നമുക്ക് അതിൻ്റെ സ്പീഡ് കിട്ടി. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പ്ലാറ്റ്ഫോം 650 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കവർ ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ 650 മീറ്റർ പ്ലാറ്റ്ഫോം കവർ ചെയ്യാൻ വേണം. കൂടാതെ ആ ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്ത് പോകണം. അതായത് ടോട്ടൽ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം പ്ലസ് ലെങ്ത് ഓഫ് ദി ട്രെയിനാണ്. ട്രെയിനിൻ്റെ നീളം എന്തിനോട് കൂട്ടണം? പ്ലാറ്റ്ഫോമിൻ്റെ നീളത്തോട് കൂട്ടുന്ന അത്രയും ഡിസ്റ്റൻസാണ് ആ ട്രെയിൻ കവർ ചെയ്യാനുള്ളത്. അതായത് 240 അത് ട്രെയിനിൻ്റെ ലെന്ത് പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ലെന്തായ 650, ടോട്ടൽ 890 മീറ്റർ കവർ ചെയ്യണം. 1 സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്യും. അപ്പോൾ 890 മീറ്റർ കവർ ചെയ്യാൻ 890 ഡിവൈഡ് ബൈ 10, അതായത് 89 സെക്കൻഡാണ് ആ പ്ലാറ്റ്ഫോം കവർ ചെയ്യാൻ വേണ്ടി ട്രെയിൻ എടുക്കുന്ന സമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 trains are running in opposite directions at the same speed. The length of each train is 180 meter. If they cross each other in 12 seconds, what is the speed of each train in kilometer per hour? Option A 65, option B 47, option C 50 and option D 54. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 2 trains are running in opposite direction at the same speed. 2 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൺ ചെയ്യുകയാണ്. അവയുടെ സ്പീഡ് സെയിം സ്പീഡാണ്. അവയുടെ സ്പീഡ് എന്ന് പറയുന്നത് സെയിം സ്പീഡാണ്. ദ ലെങ്ത് ഓഫ് ഈച്ച് ട്രെയിൻ ഈസ് 180 മീറ്റർ. ആ ട്രെയിനുകളുടെ ലെങ്ത് എന്ന് പറയുന്നത് 180 മീറ്ററാണ്, 180 മീറ്ററാണ്. ഇഫ് ദേ ക്രോസ് ഈച്ച് അതർ ഇൻ 12 സെക്കൻഡ്സ്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ഈച്ച് ട്രെയിൻ? ആ 2 ട്രെയിനും ക്രോസ് ചെയ്ത് പോകാൻ 12 സെക്കൻഡ് എടുത്തെങ്കിൽ ഓരോ ട്രെയിനിൻ്റെയും എന്ത്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 2 ട്രെയിനുകൾ അവ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അവയുടെ സ്പീഡുകൾ സെയിമാണ്. ആ 2 ട്രെയിനിൻ്റെയും നീളമെന്ന് പറയുന്നത് 180 മീറ്റർ വീതമാണ്. ആ 2 ട്രെയിനും ക്രോസ് ചെയ്യാൻ 12 സെക്കൻഡ് എടുത്തെങ്കിൽ ഓരോ ട്രെയിനിൻ്റെയും എത്രയാണ്? ഓക്കെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ട്രെയിനുകൾ സഞ്ചരിക്കുന്ന ഡയറക്ഷൻ ഏതാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്പീഡുകളെ ആഡ് ചെയ്യണം. അപ്പം ഒരു ക്വസ്റ്റ്യനിൽ ട്രെയിനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനായ സ്പീഡുകൾ കൂട്ടണം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ 2 ട്രെയിനുകളുടെയും സ്പീഡുകൾ സെയിമാണ്. അതായത് ഫസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ് എസ് ആയിരുന്നാൽ സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡും എസ് ആയിരിക്കും. 2ൻ്റെ സ്പീഡ് സെയിമാണ്. ദ ലെങ്ത് ഓഫ് ഈച്ച് ട്രെയിൻ ഈസ് 180 മീറ്റർ. അപ്പോൾ ട്രെയിനിൻ്റെ ലെന്ത് എത്രയാണ്? ഫസ്റ്റ് ട്രെയിനിൻ്റെ ലെങ്തും 180 മീറ്ററാണ്. സെക്കൻഡ് ട്രെയിനിൻ്റെ ലെങ്തും 180 മീറ്ററാണ്. ഇഫ് ദേ ക്രോസ് ഈച്ച് അതർ ഇൻ 12 സെക്കൻഡ്, അവ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുത്തു? 12 സെക്കൻഡ്. അപ്പോൾ ഈ ട്രെയിനുകൾ ക്രോസ് ചെയ്യാനെടുത്ത സമയം 12 സെക്കൻഡാണ്. എങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ആ ട്രെയിനുകളുടെ സ്പീഡ്. അപ്പോൾ നമുക്കറിയാം ഫോർമുല എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. റൈറ്റ്. ഇതിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് കൂട്ടണം.
അപ്പം സ്പീഡ് എസ് എന്ന് കൊടുത്താൽ, ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എസ് എന്ന് കൊടുത്താൽ 2 ട്രെയിനിൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ എത്രയും എസ് പ്ലസ് എസ്, അതായത് 2s. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 ട്രെയിനിൻ്റെയും ടോട്ടൽ ലെന്ത് ആയിരിക്കും. അതായത് 180 + 180, അതായത് 360 മീറ്ററാണ്. റൈറ്റ്. ഡിവൈഡ് ബൈ ടൈം. ടൈം ഇവിടെ വന്നിട്ടുണ്ട് എത്രയാണ്? 12 സെക്കൻഡ്. 12 സെക്കൻഡ്. നമുക്ക് സ്പീഡ് കിട്ടി. സ്പീഡ് എന്നെടുത്തു 2s എന്നെടുത്തു. ഡിസ്റ്റൻസ് 360 മീറ്ററാണ്. ടൈം 12 സെക്കൻഡ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 കൊണ്ട് 36, 36ൽ 12 3 പ്രാവശ്യം, അപ്പോൾ 30 ഈ 2ഉം 38 ക്യാൻസൽ ചെയ്യുമ്പോൾ 15, അതായത് സ്പീഡ് എന്ന് പറയുന്നത് 15 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ്. അതുകൊണ്ട് 15 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 18/5 കൊണ്ട്. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലാക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15ൽ 5 3 പ്രാവശ്യം, അതായത് 18 × 3, അതായത് 54 കിലോമീറ്റർ പെർ അവറാണ് ഈ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ.